നമസ്കാരം. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യ പാകിസ്ഥാന് ചുട്ട മറുപടി നൽകി. അതിനുശേഷം പാകിസ്ഥാൻ ഭയന്നു വിറച്ച് വെടിനിർത്തൽ കരാറിൽ ഏർപ്പെടാൻ ഇന്ത്യയെ നിർബന്ധിക്കുകയും ചെയ്തു. അങ്ങനെയാണ് വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നത്. എന്തായാലും ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില നിർണായകമായ വിവരങ്ങൾ പുറത്തേക്ക് വരികയാണ്. ദേശീയ മാധ്യമമായ ഇന്ത്യ ടുഡേയാണ് ഇതു സംബന്ധിച്ച നിർണായകമായ വിവരങ്ങൾ പുറത്തേക്ക് വിട്ടിരിക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി ഇന്ത്യൻ വ്യോമസേന ആക്രമിച്ച പാകിസ്ഥാനിലെ ബോലാരി വ്യോമതാവളത്തിൽ 4 വെസ്റ്റേൺ ഫൈറ്റർ ജെറ്റുകളും ഒരു എയർബോൺ ഏർലി വാർണിംഗ് ആൻഡ് കൺട്രോൾ വിമാനവും നിലയുറപ്പിച്ചിരുന്നതായിട്ടുള്ള റിപ്പോർട്ട് പുറത്തേക്ക് വരുന്നു. ഉന്നത വൃത്തങ്ങളെ ഉദ്ധരിച്ച് ഇന്ത്യ ടുഡേയാണ് ഇതിപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. തുറമുഖ നഗരമായ കറാച്ചിയിൽ നിന്ന് 100 മൈൽ മാത്രം അകലെയാണ് ബോലാരി വ്യോമതാവളം സ്ഥിതി ചെയ്യുന്നത്. ഓപ്പറേഷൻ സിന്ദൂറിനിടെ ഇന്ത്യ ബോലാരി അടക്കം 12 പാകിസ്ഥാൻ വ്യോമതാവളങ്ങൾ ആക്രമിച്ചിരുന്നു. ഈ ആക്രമണത്തിൽ ഭയന്നു വിറച്ച പാകിസ്ഥാൻ ഇന്ത്യയോട് വെടിനിർത്തൽ കരാറിലേക്ക് പോകാൻ അഭ്യർത്ഥിക്കുകയായിരുന്നു. ബ്രഹ്മോസ് മിസൈൽ ഉപയോഗിച്ചാണ് വ്യോമസേന ഈ വ്യോമതാവളം ആക്രമിച്ചത് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. ആക്രമണത്തിൽ ഹാംഗറിന്റെ മേൽക്കൂരയ്ക്ക് നാശമുണ്ടാക്കുകയും അകത്ത് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു എന്നും ഈ റിപ്പോർട്ട് ഇപ്പോൾ വ്യക്തമാക്കുകയാണ്. പഞ്ചാബ് പ്രവിശ്യയിൽ വിന്യസിച്ചിരുന്ന 5ഓളം പ്രധാന വ്യോമ പ്രതിരോധ മിസൈൽ ലോഞ്ചറുകളും അമേരിക്കൻ ചൈനീസ് റഡാറുകളും വ്യോമസേന തകർത്തതായും ഇപ്പോൾ ഉന്നത വൃത്തങ്ങളെ ഉദ്ധരിച്ച് ഇന്ത്യ ടുഡേ TV റിപ്പോർട്ട് ചെയ്യുന്നു. ആക്രമണത്തിലുണ്ടായ നാശനഷ്ടങ്ങളുടെ സാങ്കേതിക വിശകലനം തുടരുകയാണ് എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇപ്പോൾ പാകിസ്ഥാന് മറുപടി നൽകിയിരിക്കുന്നു. വലിയ നാശനഷ്ടം പാകിസ്ഥാനിൽ ഉണ്ടാക്കിയിരിക്കുന്നു ഇന്ത്യ എന്ന നിർണായകമായ വിവരങ്ങളാണ് പുറത്തേക്ക് വരുന്നത്.